നമസ്കാരം. ശബരിമല കൊള്ളയിൽ അങ്ങനെ എല്ലാ വമ്പന്മാരും പുറത്തേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. മുരാരി ബാബു ആദ്യം ഇറങ്ങി, എൻ വിജയകുമാർ ഇറങ്ങി, എസ് ശ്രീകുമാർ ഇറങ്ങി, ഇപ്പം ദേ അവസാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയും കൂടെ ഇറങ്ങി. എങ്ങനെയാണ് പോട്ടെ അത്യാവശ്യം വിഷ്വൽ ഇട്ട് ഈ ഫ്രണ്ട് കൂടി അവൻ്റെ അപ്പുറത്ത് പോകും. ഇനിയിപ്പോൾ നമുക്കറിയാം ബാക്കിയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ പുറത്തേക്ക് വരും. എൻ ബാസുവും എ പത്മകുമാറും ശങ്കർദാസും ഒക്കെ ഇനി പുറകെ എത്രയും പെട്ടെന്ന് ഇറങ്ങി വരും. എന്തായി, അതായത് കേരളം കണ്ട ഏറ്റവും വലിയ അതിഭീകരമായൊരു കൊള്ളയാണ് ശബരിമല കൊള്ള എന്ന് പറയുന്നത്. അതിൻ്റെ മൂല്യമാണ് നമ്മൾ നോക്കേണ്ടത്. അത്രയും വലിയൊരു കൊള്ള നടത്തിയിട്ട് ഈ മലയാളി സമൂഹം സൗത്ത് ഇന്ത്യയിൽ, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു കൊള്ളയിലെ പ്രതികളെല്ലാം വളരെ നിസ്സാരമായിട്ട് പുറത്തേക്ക് വന്നു. ഇനിയിപ്പോൾ നമ്മളെങ്ങനെ പാടും? നമുക്കത് പാടി നോക്കാം അല്ലേ? പോറ്റിയെ കേറ്റിയെ സ്വർണം ചെമ്പായി മാറ്റിയെ, സ്വർണം കട്ടത് ആരപ്പ, സഹാക്കളാണ് അയ്യപ്പ. ഓക്കെ, ഇതിനു മുമ്പ് പാടിക്കൊണ്ടിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ എന്ത് പാടും? അതിന് ഒരു പാട്ട് ഏതായാലും വേണമല്ലോ. ഇത്രയും പാടിയ സ്ഥിതിക്ക് ബാക്കിയും കൂടെ പാടേണ്ടതല്ലേ? ചുമ്മാ ഒന്ന് പാടി നോക്കാം. പോറ്റിയെ ഇറക്കിയതാരപ്പ, പിണറായിസം ആണപ്പ, നോക്കി നിന്നത് ആരപ്പ, പ്രതിപക്ഷമാണ് അയ്യപ്പ, നോക്കി നിന്നത് ആരപ്പ, പ്രതിപക്ഷമാണ് അയ്യപ്പ, നാണം കെട്ടത് ആരപ്പ, ജനങ്ങളാണ് അയ്യപ്പ, നാണം കെട്ടത് ആരപ്പ, ജനങ്ങളാണ് അയ്യപ്പ. ഇതെല്ലാം പാടാൻ പറ്റുള്ളൂ. എന്തൊരു സംവിധാനമാണ് ഇവിടെ. ജനങ്ങൾ ഇതൊക്കെ നോക്കിക്കാണുമ്പോൾ ഇവിടുത്തെ നീതിബോധമുള്ള പൊതുസമൂഹത്തിൻ്റെ ഒരു ചോദ്യമാണിത്. അതായത് ഇത്രയും ഭീകരമായൊരു കൊള്ള ഈ രാജ്യത്ത് നടന്നിട്ട്, പ്രത്യേകിച്ച് ഈ മലയാള നാട്ടിൽ, കേരള നാട്ടിൽ നടന്നിട്ട് എന്തൊക്കെ സംവിധാനങ്ങളാണ് ഇവിടെയുള്ളത്? ഈ സംവിധാനങ്ങൾക്കൊന്നും ഇത്രയും വലിയൊരു കൊള്ള നടത്തിയവരെ ഒന്നും ഒതുക്കി നിർത്താൻ സാധിക്കുന്നില്ലെങ്കിൽ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ജനാധിപത്യത്തിന് തന്നെ വലിയൊരു അപജയമാണ്. ഇവിടുത്തെ നീതിബോധത്തിന് സംഭവിക്കുന്ന, പൊതുസമൂഹത്തിൻ്റെ നീതിബോധത്തിന് സംഭവിക്കുന്ന ഒരു ക്യാൻസറാണ് എന്ന് വരെ ഒന്ന് പറയേണ്ടി വരും. ഇങ്ങനെ അല്ലാതെ മറ്റെങ്ങനെ പറയാൻ പറ്റും? കാരണം ഇത്രയും ഭീകരമായൊരു കൊള്ള ഇന്നിപ്പോൾ നമുക്കറിയാം. ഇതേ വിഷ്വൽസിൽ നിങ്ങൾ കാണുന്നുണ്ടാവണം. അതെ, നമ്മുടെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഇതിലെ ഒന്നാം പ്രതി, എല്ലാവരും ഏറ്റവും കൂടുതൽ ആക്ഷേപിച്ചതും അതുപോലെ വിരൽ ചൂണ്ടിയതും ചൂണ്ടിക്കാണിച്ചതുമായിട്ടുള്ള ഒന്നാം പ്രതി എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇറങ്ങി വരുന്ന കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രാജ്യം പിടിച്ചടക്കി, ഏതോ ഒരു രാജ്യം പിടിച്ചടക്കി വന്ന സന്തോഷത്തിലാണ് അവിടെ വന്ന് നല്ല കൈയും കെട്ടി നല്ല അന്തസ്സായിട്ട് നോക്കി നിൽക്കുന്നത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥിതിനെയും ഭരണകൂടത്തെയും ഇവിടുത്തെ എല്ലാ സംവിധാനങ്ങളെയും നോക്കി പല്ലിളിക്കുക എന്ന് പറയുന്ന ആ ഒരു രീതിയിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇതിനകത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പാട്ടിൻ്റെ ബാക്കി ഭാഗം ഞങ്ങൾക്ക് തോന്നിയ രീതിയിലൊന്നും പാടി കാണിച്ചത്. ഇത്ര ഇതിനകത്ത് പറയാനുള്ളൂ, കൂടുതലൊന്നും പറയാനില്ല. ഓക്കെ, എല്ലാവർക്കും നന്ദി.